ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളൊരു സ്പെഷ്യൽ മുന്തിരി ജ്യൂസ് തന്നെയാണ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൽ 2 കപ്പ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുരുവില്ലാത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കുരുവില്ല മുന്തിരി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ജ്യൂസിലേക്ക് പിന്നീട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മളിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടി ഇല്ലാത്തവർ ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 2-3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ മുന്തിരി വെന്തിട്ട് വരും. അപ്പോൾ 2-3-4 മിനിറ്റ് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുന്തിരി ഇതുപോലെ നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തണുത്തതിന് ശേഷമാണ് നമ്മുടെ ജ്യൂസ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ മുന്തിരിയൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ മുന്തിരി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടുതൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ ജ്യൂസ് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം എത്ര ഗ്ലാസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ജ്യൂസൊക്കെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഗ്ലാസ് എടുത്തിട്ട് 2 ഗ്ലാസ്സിലേക്കും ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിപ്പോഴാണ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കണ്ട. ഇതുപോലെ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസ് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.